ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ഇന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ, സെലിബ്രിറ്റീസ്, അവരുടെ സോഷ്യൽ മീഡിയ ചാനൽ പുതിയതായി തുടങ്ങി ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ഐറ്റം ഫ്ലോറിലാണ് ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പാലക്കാട് നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് വ്ളോഗേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആരായിരിക്കും? ഫിറോസ് ചുട്ടിപ്പാറയാണ് ആദ്യം നമ്മുടെ ഇതിന് ഉദ്ഘാടനത്തിൽ വരുന്നത്. അപ്പൊ ഞാൻ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു മുട്ടനാടിനെ ഗ്രില്ല് ചെയ്യാൻ പോകും. അപ്പൊ അതില് ജീവ ഇതില് വേറെ മസാലകളൊന്നുമില്ല. ഇതില് കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇവിടെ അല്ല. ആട് പറഞ്ഞപ്പോൾ ചിരിക്കുന്നു നോക്ക് എന്താലേ. അപ്പൊ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇത് ഗ്രില്ലിൽ നമ്മൾ ഈ ആട്ടിൽ ഈ മസാലയൊക്കെ തേച്ച് നമ്മൾ ഇതിനെ കറക്കാൻ പോവാണ്. കറക്കം ജീവൻ പിടിക്കാനാണെന്ന് അറിയാം ഏത്. അപ്പൊ നമ്മള് ഇത് സംഭവം കറക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഗ്രില്ല് ഭയങ്കര സെറ്റായിട്ട് ഇതിങ്ങനെ കനലിങ്ങനെ വേകുമ്പോഴാണ് ഈ സാധനം പുട്ട് പോലെ വേവണട്ടാ സാധനം എന്താലേ. അപ്പൊ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് പോലെ വന്നിട്ടുണ്ട്. കഴിച്ചു നോക്ക്. ഒന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്ക. അവർക്ക് രണ്ടുപേർക്ക് കൊടുക്ക. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സംഭവം സൂപ്പർ ആയിട്ടില്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അപ്പൊ വേറെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഇത് ഇനി വരുന്ന ചാനൽ ലോഞ്ച് ചെയ്യാൻ പോണ ആൾക്കാർക്ക് എന്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ഇനി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്ന താരമാണ്. ബോച്ചയാണ് വരുന്നത്. ഓക്കെ, ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബോച്ചയാണ്. വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. കാരണം ചിലർ പറയുന്നു എനിക്ക് തലയ്ക്ക് തീരെ സുഖമില്ല എന്ന്, ചിലർ പറയുന്നു എനിക്ക് ഭ്രാന്താണ് എന്ന്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാൻ പോവാറില്ല. കാരണം നമുക്ക് 1000 കുടത്തിന്റെ വാകെട്ടാം, പക്ഷേ ആളുകളുടെ വാകെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഇതില് എൻ്റെ ഡാൻസ് ഉണ്ട്, കരാട്ടെ ഉണ്ട്, കുങ്ഫു ഉണ്ട്, കളരിപ്പയറ്റ് ഉണ്ട്, സൂംബ ഡാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ചാനലിന്റെ പുറകെ നിങ്ങളെല്ലാവരും ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവണം. ലവ് യു എവരിബഡി. താങ്ക് യു. അപ്പോ ഇനി ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരികയാണ്. അത് വേറെ ആരുമല്ല, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റീച്ചുള്ള ആർട്ടിസ്റ്റാണ്, ആക്ടർ ബാലയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പുതിയൊരു ചാനൽ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. കാരണം വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ ജീവൻ നീ കേക്ക്, ഞാൻ ഇതുവരെ ഒരു ചാനലിലും പറയാത്തൊരു രഹസ്യം ഞാൻ ഇവിടെ പറയാൻ പോവാണ്. ഞാൻ ഒരു സിംഗറാണ്. ഞാൻ പാലക്കാട് ചെമ്പൈ കോളേജിലാണ് മ്യൂസിക് പഠിച്ചത്. ഞാൻ ഒരു പ്രൊഫഷണൽ സിംഗർ. എൻ്റെ ഫ്രണ്ട് ടാബിന അഭിനയിച്ച നാരിവേട്ട സിനിമയിലെ ഒരു പാട്ടിൻ്റെ 2 ലൈൻ ഞാൻ പാടാം. നിങ്ങൾ കൂടെ ഉണ്ടാകണം, നിങ്ങളും കൂടെ ഉണ്ടാകണം. ഉള്ളിലൊലിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി, മിന്നൽ വല കയ്യിലിട്ട പെണ്ണളകേ, എത്തിത്തൊടാൻ പറ്റുകില്ല, മാറിവില്ലാണ് നീ, മാറിവില്ല 9.6 മാറിവില്ലേ. അപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യും, എല്ലാവരും എൻജോയ് ചെയ്യും. ഇനി നമ്മുടെ മിമിക്രി കുടുംബത്തിലെ ഒരു താരമാണ് വരുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരാജ് ഏട്ടൻ ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമ്പുഴ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് മാത്രം എനിക്കറിയാം. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ജീവ, എല്ലാവരും ചാനൽ തുടങ്ങി എനിക്ക് മാത്രം ഇത് ഇല്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എങ്കിലും ഞാൻ ഒരു ചാനൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ എന്ത് ഐറ്റം ആയിരിക്കും ഇതിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. വെറുതെ എന്നോടൊന്ന് ചോദിക്കുക എന്ത് ഐറ്റം ഞാൻ. സുരാജ് എന്ത് ഐറ്റമാണ് സുരാജിന്റെ ചാനലിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ സിനിമയിൽ സജീവമായതുകൊണ്ട്
മിമിക്രി ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പം നിലവിലുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു മിമിക്രി വീഡിയോ ഇതിലൂടെ ചെയ്യാം. ഞാൻ ഇതുവരെ ആരും ചെയ്യാത്തൊരു വളരെ വെറൈറ്റി ആയിട്ടൊരു സ്റ്റാറിന്റെ ശബ്ദം ഞാൻ പഠിച്ചിട്ടുണ്ട്. ബിന്ദു പണിക്കർ. അത് സുരാജ് എപ്പോഴും ചെയ്യുന്ന സാധനമല്ലേ? എന്ന വേറൊരു സാധനമുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. അതും സുരാജ് അതും എല്ലായിടത്തും ചെയ്യുന്ന സാധനം. എന്നാൽ ഞാൻ വേറൊരു സാധനം പഠിച്ചു വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ വിടുന്ന ഒരു സാധനമാണ്. ബാബു നമ്പൂതിരിയുടെ വോയിസ് ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ബാബു നമ്പൂതിരിയുടെ വെറുതെ വോയിസ് അല്ല. തുടരും സിനിമ എല്ലാവരും കണ്ടതാണെന്നറിയാം. അപ്പം അതുകൊണ്ട് തുടരും എന്ന സിനിമയിലെ പ്രകാശ് വർമ്മ, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, പ്രകാശ് വർമ്മയുടെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ നമ്മുടെ ബാബു ചേട്ടനായിരുന്നു. എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കാം. ജോർജ് സാറിന്റെ അത് ജോർജ് സാറായിട്ട് നമ്മുടെ ബാബു നമ്പൂതിരി വരുന്നു, കാണാം. ഓക്കെ.